ഇന്ന് കൃത്യം 6 മണി കഴിയുമ്പോൾ പിണറായി സർക്കാർ അസ്തമിച്ചു കഴിഞ്ഞിരിക്കും. പിണറായി സർക്കാർ ഇന്ന് 6 മണി കഴിയുമ്പോൾ അവരുടെ ഭരണം അവസാനിക്കും. പിന്നെയുള്ള പിണറായി സർക്കാർ കെയർടേക്കർ ഗവൺമെൻറ്റാണ്. കെയർടേക്കർ ഗവൺമെൻറ് ഇന്നത്തെ 6 മണി വോട്ടിംഗ് പൂർത്തിയാക്കിയാൽ പിണറായി ഭരണം അവസാനിച്ചു. പിന്നെയുള്ള പിണറായി ഭരണം കെയർടേക്കർ ഭരണമാണ്. മെയ് 4 വോട്ടിംഗ് കഴിഞ്ഞാൽ UDF ഭരണം കേരളത്തിലുണ്ടാകും. ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവിടെ നേതാക്കന്മാർ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തെറ്റുതിരുത്തൽ പ്രക്രിയ ആരംഭിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. UDF കട്ടായം 1 തരം 2 തരം 3 തരം UDF ഭരണം ഉറപ്പിച്ചു. 100 സീറ്റിന് മുകളിൽ LDF പ്രതിപക്ഷത്തെ, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇനി പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കാം. ഇലക്ഷൻ കഴിയുമ്പോൾ UDFകാർ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കും, മാർക്സിസ്റ്റുകാർ പ്രതിപക്ഷ നേതാവിനെ തിരഞ്ഞെടുക്കും. ഇതാണ് കേരളത്തിൽ UDFന് ചരിത്ര വിജയം ഉണ്ടാകുമെന്നാണ് ഇതുവരെ കണ്ട സൂചനകൾ പകൽ പോലെ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുടനീളം പ്രകടമായിരുന്നു. അവസാനത്തെ 3-4 ദിവസം ആ വികാരം ഒരു ജനരോഷമാകുന്ന കൊടുങ്കാറ്റായി രൂപപ്പെട്ടതായിട്ടാണ്. 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കണക്ക് ചോദിക്കാൻ ജനാധിപത്യ കേരളം കാത്തിരിക്കുകയാണ്. അവർ തീർച്ചയായും 10 വർഷത്തെ ജനദ്രോഹ നടപടികൾക്ക് കടുത്ത ശിക്ഷ ജനാധിപത്യത്തിൽ കൊടുക്കാവുന്ന ഏറ്റവും കടുത്ത ശിക്ഷ ഈ സർക്കാർ നൽകും. 2001 5 വർഷം ഭരിച്ച നയനാർ സർക്കാരിൻ്റെ കാലത്തേക്കാൾ 10 മടങ്ങുള്ള ജനരോഷമാണ് 10 വർഷം ഭരണം പൂർത്തിയാക്കാൻ പോകുന്ന പിണറായി സർക്കാരിനെതിരായി കേരളത്തിലുടനീളമുള്ളത്. അതുകൊണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കേരളം ഇത്തവണ UDF തൂത്തുവാരും. രണ്ടാമതൊരു കാര്യം, ഞാൻ ഇതുവരെ കാണാത്ത ഒരു പ്രത്യേകത ഈ ഇലക്ഷനിൽ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിൽ നഖശികാന്തം എതിർത്തവർ SFIയുടെ കേരളത്തിലെ സ്ഥാപക പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇത്തവണ തുടർഭരണത്തിനെതിരായി UDFന് കൂടെ കൈകോർക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, മാർക്സിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, CPI സ്നേഹിക്കുന്ന ഗണ്യമായ വിഭാഗം ആൾക്കാർ തുടർഭരണത്തിനെതിരാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ശവക്കുഴി തോണ്ടും. കേരളത്തിൽ ബംഗാളിലെ പരമദയനീയമായ സാഹചര്യത്തിലേക്ക് ഇടതുപക്ഷം എത്തുമെന്നാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ആ സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ കേരളത്തിൽ ഈ ഇലക്ഷൻ തോറ്റാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗണ്യമായ വിഭാഗം ഇടതുപക്ഷക്കാർ ചരിത്രത്തിൽ ആദ്യമായി എല്ലാ ജില്ലകളിലും ഇത്തവണ UDF വോട്ട് ചെയ്യും. അവർ UDFകാരല്ല, കോൺഗ്രസ്സുകാരല്ല. പക്ഷേ ഇടതുപക്ഷം നശിക്കാതിരിക്കണമെങ്കിൽ തുടർഭരണം ഉണ്ടായിക്കൂടാ എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ എന്തൊക്കെയോ പ്രത്യേക കാരണത്താൽ കുറേ വോട്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഈ രാജഗോപാലൻ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ട് അദ്ദേഹം ജയിപ്പിച്ച് ചോദിച്ചാൽ കേരളത്തിൽ BJP പച്ച പിടിക്കാൻ സാധ്യതയില്ല. ഞാൻ എത്ര നോക്കിയിട്ടും BJP ജയിക്കാവുന്ന ഒരു സീറ്റും കാണുന്നില്ല.